പാരഡിയിൽ ഇരട്ടത്താപ്പോ എന്നുള്ളതാണ് ചോദ്യം. ജിമ്മി, അതിപ്പോൾ കേസായി മാറിയിട്ടുണ്ട്. ഇരട്ടത്താപ്പാണോ? എനിക്ക് ഓർമ്മ വരുന്നത് മീശ മാധവൻ സിനിമയിൽ ജഗതി അഭിനയിച്ച പിള്ളേച്ചൻ എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്. അപ്പോൾ പിള്ളേച്ചൻ ഈ വെടി വഴിപാട് മൈക്കിൽ കൂടെ വിളിച്ച് പറയേണ്ട, രഹസ്യമായിട്ട് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഈ വെടി വഴിപാട് രഹസ്യമായിട്ട് നടത്താമോ എന്നതിനെക്കുറിച്ച് മൈക്കിൽ ഒരു ചർച്ച നടക്കുന്നത് അവസാനം പകീരതമ്പിള്ള ചെറിയ വെടി 4 വലിയ വെടി 4 എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. ഇത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ഒരു ബന്ധവുമില്ല എന്ന് സ്ഥാപിക്കാൻ ഇടതുപക്ഷ നേതാക്കൾ മുഴുവൻ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള ഒരു പാരഡി ഗാനത്തെ ഇത്രയും വലിയ വാർത്തയാക്കി അതിലാരോ ഒരു പരാതി കൊടുത്തപ്പോൾ, ഇനി കൊടുപ്പിച്ചതാണോ നമുക്കറിയില്ല, അത് കൊടുത്തപ്പോൾ അത് ഏറ്റുപിടിച്ച LDF കൺവീനറും പത്തനംതിട്ടയിലെ CPM ജില്ലാ സെക്രട്ടറിയും ഭഗീരഥൻപിള്ളയുടെ പണിയാണ് ചെയ്തത്. ഇതിപ്പോൾ വലിയ വെടി 4 ചെറിയ വെടി 4 എന്ന അവസ്ഥയിൽ അപ്പോൾ വീണ്ടും ജനങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ പോവുകയാണ്, ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ആരെങ്കിലും ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? അങ്ങനെ വ്യാപകമായിട്ടൊന്നും കേട്ടിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ് PC വിശ്വനാഥ് ഈ പാട്ട് പാടി തുടങ്ങുമ്പോഴാണ് ഞാനിത് ആദ്യമായി കേൾക്കുന്നത്. അപ്പോൾ പറഞ്ഞ് ചില സ്ഥലങ്ങളിലേക്ക് ഈ പാട്ട് പോയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഇതങ്ങ് കയറി വൈറലാവുകയും ജനങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. എന്നിട്ട് പാർലമെൻറ്റിന് മുമ്പിൽ UDF MLA MP മാരെല്ലാം കൂടെ നിരന്ന് ഈ പാട്ട് പാടി. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഇനി അടുത്ത 3 മാസം ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് UDF സജീവമാക്കി നിർത്താൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പാട്ട് കിട്ടിയപ്പോൾ അവർ പാടി. അത് മനസ്സിലാക്കാതെ അതിന് കുറച്ചുകൂടി പബ്ലിസിറ്റി കൊടുക്കുന്ന രീതിയിൽ ഈ LDF നേതാക്കന്മാർ അതൊരു എന്ത് മഹാപ്രശ്നമാണെന്ന് പറഞ്ഞ് ഏറ്റെടുത്തിരിക്കുകയാണ്. രാഷ്ട്രീയമായി CPM തിരിച്ചടി ഇനിയാണ് സംഭവിക്കാൻ പോകുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാവുന്ന പോലെ പ്രാദേശിക വിഷയങ്ങളാണ് സാധാരണ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ വിഷയമാവുക. ഇനിയിപ്പോൾ പോട്ടെ, സ്വർണ്ണക്കൊള്ള ഒരു വിഷയമാണെങ്കിലും അല്ലെങ്കിലും ഇനി അങ്ങോട്ട് ഈ സ്വർണ്ണക്കൊള്ള വിഷയമാകാതിരിക്കാൻ പോകുന്നില്ല. താങ്ക്സ് ടു ദിസ് ഗാനം. ഈ പാട്ടാണ് ഇനിയിപ്പോൾ അടുത്ത തുരുപ്പ് ചീട്ട്. ഇനി ഇതിൻ്റെ പേരിലുള്ള തർക്കങ്ങളും അതും ഇതുമൊക്കെ ആയിട്ട് കേരളത്തിൽ ഒരു കുഞ്ഞിന് ഇനിയിപ്പോൾ ഈ പാട്ട് അറിയാതെയില്ല. കാണാതെ പാടി നടക്കുകയാണ് നമ്മുടെയൊക്കെ വീട്ടിൽ കുട്ടികളും അല്ലാത്തവരും ഒക്കെ. അപ്പോൾ അതാണ് ആദ്യമായി ഇതിനകത്ത് സംഭവിക്കാനുള്ളത്. BJP പോലും പരാതിയില്ല ഇതുവരെ, VHPക്ക് പരാതിയില്ല ഇതുവരെ. അപ്പോൾ CPM മാത്രം പരാതി. അത് അവരുടെ തന്നെ കുഴപ്പത്തിലുള്ള സ്വർണ്ണക്കൊള്ള കാര്യത്തിൽ. നോക്കൂ, ഇപ്പോൾ CPM നേതാക്കൾ പറയുന്നത് പത്തനംതിട്ടയിൽ ഞങ്ങൾ പന്തളം മുനിസിപ്പാലിറ്റി പിടിച്ചില്ലേ, അയ്യപ്പൻ്റെ വാർഡ് ഇരിക്കുന്ന സ്ഥലത്ത്, അയ്യപ്പൻ്റെ അമ്പലം ഇരിക്കുന്ന വാർഡ് ഞങ്ങൾ പിടിച്ചില്ലേ, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ജില്ലാ പഞ്ചായത്ത് മുഴുവൻ പോയി, ബ്ലോക്കുകൾ പോയി, ഭൂരിപക്ഷം പഞ്ചായത്തുകൾ പോയി, പത്തനംതിട്ടയിൽ അടപടലം തോറ്റു. ഇനി ഇതിൻ്റെ വിഷയത്തിലേക്ക് വന്നാൽ ഇതെങ്ങനെയാണ് ഇതൊരു ശബരിമലയിലെ വിഷയം, ശബരിമലയിലെ ഈ ഗാനം ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്നത്? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഒരു മതവിഷയമാണ്. ഇറ്റ്സ് എ പൊളിറ്റിക്കൽ കറപ്ഷൻ. CPM 2 പ്രധാനപ്പെട്ട ആളുകൾ, അത് ഒരാൾ പ്രധാനപ്പെട്ട നേതാവ് ജയിലിൽ കിടക്കുന്ന ഒരു കേസാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഒരു മതവിഷയമല്ല. ഏതെങ്കിലും ഒരു ഹിന്ദുവിൻ്റെയോ ഏതെങ്കിലും ഒരു ശബരിമല വിശ്വാസിയുടെയോ അല്ല. കേരളത്തിൽ നടക്കുന്ന അഴിമതിയെക്കുറിച്ചുള്ള കഥയാണ്. ഭരണപക്ഷത്തിരിക്കുന്നവരുടെ അഴിമതി, ഭരണപക്ഷത്തിരിക്കുന്നവരുടെ കെടുകാര്യസ്ഥത, കാര്യങ്ങൾ നോക്കി നടത്താൻ പറ്റാത്ത നമ്മുടെ പോലീസിങ് സംവിധാനം, ഇതിൻ്റെ എല്ലാം ആകത്തുകയാണ്. അപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആരുടെയെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇനി അല്ലെങ്കിൽ തന്നെ ശബരിമലയിൽ പോകുന്ന അയ്യനാരാ? എല്ലാ വിശ്വാസികൾക്കും, അതായത് ഹിന്ദുക്കൾക്ക് മാത്രമല്ല എല്ലാ മതവിശ്വാസികൾക്കും, ഇനി മതവിശ്വാസമില്ലാത്ത ആളുകൾക്ക് പോലും പോകാവുന്ന ഒരു ആരാധനാലയമാണ് ശബരിമല. അപ്പോൾ പിന്നെ ഇത് ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തും എന്ന് പറയുന്ന ഒരു അപ്രോച്ച് തന്നെ തെറ്റ്. CPM പോലൊരു പാർട്ടി ഇതിൽ നിന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് അടുത്തത് സംഭവം. ഈ അടി കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ വിഷമം എങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കണമല്ലോ. ശബരിമല അല്ല ഞങ്ങളെ തോൽപ്പിച്ചതെന്ന് പറഞ്ഞ് കരയുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ആ കരച്ചിലിനിടയ്ക്ക് ഇങ്ങനൊരു പാട്ട് വരുമ്പോൾ അതിൻ്റെ ദേഷ്യം ഇരട്ടിയായി വരും. എന്താ പറയുക, ആ സ്ട്രാറ്റജിയും പ്ലാനും ഒക്കെ മൂലക്കിരിക്കും. ദേഷ്യം ഇരട്ടിയാവുമ്പോൾ DGPക്ക് കൊടുക്കുന്ന, ഇതൊക്കെ വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കാവുന്ന പരാതിയാണ്. DGPക്ക് കൊടുക്കുന്ന പരാതി, അത് തൊട്ട് താഴെയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നു. ഈ PT കുഞ്ഞുമോനെതിരെയുള്ള കേസ് എത്രയോ ദിവസം കയ്യിൽ വെച്ച് തിരിച്ചും മറിച്ചും ആലോചിച്ചതിന് ശേഷമാണ് FIR ഇട്ടത്. നമുക്കറിയാവുന്ന സംഭവമല്ലേ ഇത്. ഒരു ദിവസം 24 റിപ്പോർട്ട് കിട്ടിയിട്ടില്ല കോടതിയിൽ, ഇപ്പോഴും പോയിട്ടില്ല. 24 മണിക്കൂർ പോലും ആകുന്നതിന് മുമ്പേ ഈ സാധനം വന്നിരിക്കുകയാണ്. ഇനി അഥവാ ഈ തൽക്കാലം ഇത് പോയി നിങ്ങളെല്ലാം പറഞ്ഞ രീതിയിൽ ഈ ഗാനം ഒന്ന് തടസ്സപ്പെടുത്തി എന്ന് വിചാരിക്കുക, ജനങ്ങൾ മുഴുവൻ പാടും. ജനഗണമനയ്ക്ക് പാരഡി ഗാനമുള്ള നാടാണ് കേരളം. മനുഷ്യരൊക്കെ പാടാൻ പാടില്ലാത്തതുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തിൽ ഈ ഒരു ഫലിതവും കളിയാക്കലും ഒക്കെ ഉള്ളതാണ്. VD രായപ്പൻ്റെ കാസറ്റുകൾ കേട്ടാണ് ഒരു തലമുറ മുഴുവൻ വളർന്നത്. ഏതൊക്കെ പള്ളിപ്പാട്ടുകൾ, ഏതൊക്കെ ഭക്തിഗാനങ്ങൾ, ഏതൊക്കെ കളിയാക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ആരൊക്കെ അത് ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ സംസ്കാരം അതാണ്. പക്ഷേ CPM കൺട്രോൾ പോയപ്പോഴാണ് ഇങ്ങനൊരു വിഷയം ഉണ്ടായത്.
ഇപ്പോൾ പാലസ്തീൻ്റെ കൊടി ഒരു ദേശീയ വിഷയം കൂടെ പറഞ്ഞുകൊണ്ട് CPM ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. പാലസ്തീനെക്കുറിച്ചുള്ള വലിയ ആവേശമാണല്ലോ. പാലസ്തീൻ്റെ കൊടി നിരോധിച്ചപ്പോൾ പാലസ്തീനിലെ ആളുകൾ അതിനെ എതിരിട്ടത് തണ്ണിമത്തൻ്റെ പടം വെച്ചുകൊണ്ടാണ്. കാരണം പാലസ്തീൻ കൊടിയിലുള്ള ചുവപ്പ്, കറുപ്പ്, വെളുപ്പ്, പച്ച ഈ നാലുമുണ്ട് തണ്ണിമത്തനാണ്. ഇപ്പോൾ ഇസ്രായേൽ ചില സ്ഥലത്ത് പാലസ്തീൻ്റെ ഫ്ലാഗ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരാൾ തണ്ണിമത്തം മുറിച്ചൊരു വഴി കൈ പിടിച്ചുകൊണ്ട് പോകും. ഇങ്ങനെയാണ് ലോകത്തിൽ നിരോധനങ്ങൾക്കെതിരെ ആളുകൾ പൊരുതിയിട്ടുള്ളത്. അതും CPM അറിയാത്തതല്ല. പിന്നെ ഇവിടെ പറഞ്ഞതുകൊണ്ട് നബി തിരുമേനിയെക്കുറിച്ചുള്ള പാട്ട്, മാണിക്യമലരായ പൂവി, മഹദിയാം ഖദീജ ബീവി എന്ന പാട്ടിനെതിരെ വലിയ പ്രശ്നം വന്നപ്പോൾ എങ്ങനെയാണ് ശരിയായി പിണറായി വിജയൻ അടക്കമുള്ളവർ ഇത് ആ വിഷയത്തെ അനുകൂലിച്ചെന്നൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ ഇതൊന്നും വിഷയമല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതിൻ്റെ അപകടം പറയാം. ഞാൻ ഇത്ര നേരം പറഞ്ഞത് ഇതിൻ്റെ ലളിതമായ കാര്യങ്ങളാണ്. ഇതിനകത്ത് വളരെ വലിയ ഒരു വർഗീയത ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താണ് കാരണം? EP കുഞ്ഞബ്ദുള്ള എന്നടക്കമുള്ള 4 മുസ്ലിങ്ങളാണ് ഈ പാട്ടിന് പിന്നിലുള്ളത്. അവിടെയാണ് വിഷയം. CPM ഇതിന് കൈ കൊടുത്തതിലൂടെ ഒരിക്കൽ കൂടി ശബരിമല വിശ്വാസികളെ തൊടുന്ന എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന ഒരു സൂചനയാണ് കൊടുക്കാൻ പോകുന്നത്. കാരണം 4 മുസ്ലിങ്ങളാണല്ലോ ഇപ്പുറത്ത്. അപ്പോൾ അങ്ങനെ കൂടി ഇപ്പോൾ CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറഞ്ഞത് ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളതാണ്. അതൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. എന്താ ഉദ്ദേശമെന്ന് നമുക്ക് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ആരൊക്കെയാണ് ഇപ്പോൾ ഇതേക്കുറിച്ച് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ശബരിമലയിലെ ഈ വിഷയം പറയുമ്പോൾ മുസ്ലിം പാട്ടിനെതിരെ നിങ്ങൾ പറയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വിഷയം ശബരിമല ഭക്തന്മാരെ വ്രണപ്പെടുത്തുന്ന ഗാനങ്ങൾ ചിലർ എഴുതിയിട്ടുണ്ട്. ആരാണെന്നുള്ളത് ഞങ്ങൾ പറയില്ല, നിങ്ങൾ പോയി നോക്കിയാൽ മതി, അല്ലെങ്കിൽ താഴെ കമൻറ്റിൽ വായിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ അപകടം പിടിച്ച ഒരു കളിയിലേക്കാണോ CPM പോകുന്നതെന്ന് എനിക്ക് ഭയമുണ്ട്. അത് CPM ഓർക്കണം. ഒരു തവണ ശബരിമല ഭക്തജന സംഗമം നടത്തി കൈ മാത്രമല്ല ശരീരം മുഴുവൻ പൊള്ളിയിരിക്കുന്ന ഒരു അവസരമാണ് ഇത്. തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് പോകേണ്ട ഒരു സാധ്യതയുണ്ട്. നിങ്ങൾക്കെതിരെ ന്യൂനപക്ഷ വിരുദ്ധത എന്നൊരു ആരോപണം കൂടെ നിൽക്കുകയാണ്. ആ സമയത്താണ് ഈ ഗാനം ചില ആളുകൾ എഴുതി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതാണ് വരുന്നത്. ഇനിയിപ്പോൾ CPM അറിഞ്ഞുകൂടെങ്കിൽ തന്നെ അവരുടെ അറിവിലേക്കായി പറയുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലെ മുഴുവൻ ചർച്ച ഇത് മറ്റവന്മാർ എഴുതിയാണെന്നാണ്. അപ്പോൾ അതിന് പോയി കൈപിടിക്കരുത്. BJPക്കും VHPക്കും ഇല്ലാത്ത എന്ത് വേവലാതിയാണ് CPMൻ്റെ സംസ്ഥാന നേതാക്കളെ നിങ്ങൾക്കുള്ളത്? പാരഡി അവസാനം എഴുതി പാരഡിക്കെതിരെ കേസ് കൊടുത്ത് അവസാനം ഒരു കോമഡിയായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് ദയവ് ചെയ്ത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം തരം താഴരുത്. ഒന്നതൊരു തമാശയാണ്, 2 നിങ്ങൾ കളിക്കുന്നെങ്കിൽ നിങ്ങൾ കളിക്കുന്നത് വളരെ അപകടം പിടിച്ച ഒരു വർഗീയ കാർഡാണ്. Meet the editors.